ഹായ് ഹലോ. ഇന്ന് അക്കുടാവിടെ അംഗനവാടിയിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും താമസിച്ച് ചെല്ലുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഏറ്റവും ആദ്യമായിപ്പോയി. പിന്നെ എന്നെ ആരും വന്നിട്ടില്ലാഞ്ഞു. അപ്പോൾ ചേട്ടായി ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. അപ്പോൾ പൂവൊക്കെ ഒരുക്കുവാണ്. അത്യാവശ്യം കുറച്ച് പൂവൊക്കെ എനിക്ക് വീടിനടുത്തുനിന്നും ചേട്ടായി പിന്നെ കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നേ. ഇതാണ് ഞാനവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കത്രയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അത് കഴിഞ്ഞ് പയ്യെ ഓരോ അമ്മമാരും പിള്ളേരും വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരും കുറേ പൂവൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ അവിടെ തന്നെ ഇരുന്ന് കത്രയ്ക്ക് കട്ട് ചെയ്യുകയും കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് അക്കുടാവ് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഒരുങ്ങി സുന്ദരിയായിട്ട് മലയാളി മങ്കയായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ അത് ഇവർ പുറത്ത് പൂടാനായിട്ട് കളമൊക്കെ വരച്ചുകൊണ്ടിരിക്കുവാണ്. അവരാണ് വരച്ചു തന്നത്. വരച്ചപ്പോൾ അടിപൊളിയാണേലും ഞങ്ങൾ ഇട്ട് വന്നപ്പം അതല്ലായിരുന്നു നമ്മുടെ പൂക്കളം. വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇട്ട് വന്നത്. കാരണം പൂവിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉള്ളത് കാരണം നമുക്ക് വലിയ കളം നമുക്ക് ഇടാൻ പറ്റിയില്ല. എന്നാലും നല്ലപോലെ തന്നെ ഇട്ട്. ഇതിലൊരെണ്ണം പോലും നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച പൂവില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നും പറമ്പിൽ നിന്നൊക്കെ പറിച്ച പൂവാണ്. ഇതേ അക്കുടോ പാട്ടൊക്കെ പാടാൻ കയറി കേട്ടോ സ്റ്റേജിൽ. പിന്നീട് ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളും പാട്ടൊക്കെ പാടി പരിപാടി നല്ല അടിപൊളിയാക്കി കേട്ടോ. അപ്പോൾ പൂക്കളത്തിൻ്റെ അവിടെ വെച്ച് പിള്ളേരുടെ ഫോട്ടോ എടുത്തില്ല. അപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നേക്കുവാണ്. ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഊണിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളുടെ ഈ കായിക മത്സരങ്ങളായിട്ട് നടത്തിയില്ല കേട്ടോ. എല്ലാവർക്കും പനിയും കാര്യങ്ങളായ കാരണം എല്ലാവർക്കും വയ്യായിരുന്നു. പിള്ളേർക്ക് മിക്കവർക്കും പനിയായിരുന്നു. കുറേ പിള്ളേർ വന്നില്ല. അപ്പം നമ്മൾ എല്ലാ കായിക പരിപാടികൾ എന്ന് പറഞ്ഞ മത്സരങ്ങളായിട്ട് നടത്തിയില്ല. നമ്മൾ കസേരകളി നടത്തുവാണ്. ഇതുങ്ങൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കസേര വെച്ചിങ്ങനെ ഓടണത്. അപ്പോൾ ഇടക്കൂടെ കയറി എന്തൊക്കെയോ കാണിച്ച് പിന്നെ നമ്മൾ സദ്യ കൊടുത്ത് നല്ല അടിപൊളി സദ്യയായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോന്നോട്ടെ. ഇത്രയേ ഉള്ളൂ.